ലോകത്തെവിടെ പോയാലും തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമുണ്ട് അല്ലേ? അത് നമ്മുടെ വീടാണ്. വെറും ഒരു കെട്ടിടം എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങും പ്ലോട്ടിന് അനുയോജ്യമായ രീതിക്കും ഒരു നാനോ ക്ലാസിക്കൽ ലുക്കിൽ ചെയ്ത ഒരു വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വീടിന്റെ ഒരു പ്രധാന ഭാഗമാണിത്, സിറ്റ് ഔട്ട്. നമ്മൾ പല വീടുകളിലും സിറ്റ് ഔട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഈ ലെങ്തിനനുസരിച്ചിട്ടുള്ള ഹൈറ്റ് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിന്റെ ഹൈലൈറ്റ് തന്നെ ഈ ഷാരിയ ലൈറ്റ്സ് ആണ്. ഈ വീടിന്റെ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിനെ മനോഹരമാക്കുന്നത് ഈ വാൾ മൗൾഡിംഗ് ആണ്. അതിനെ മനോഹരമാക്കിക്കൊണ്ട് തന്നെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ കാണുന്ന നമ്മുടെ സോഫ. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഈ സോഫയിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. സമാധാനത്തിന്റെ ഒരു ഇടനാഴി. കുറച്ച് സാഹിത്യമായിപ്പോയല്ലേ. ലിവിംഗ് റൂം. ഈ വീടിന്റെ മറ്റൊരു പീസ്ഫുൾ ഏരിയ ആണ് ലിവിംഗ് റൂം. ഇവിടുത്തെ സോഫ ആവട്ടെ, ലൈറ്റ്സ് ആവട്ടെ, കേർട്ടൻ ആവട്ടെ, TV യൂണിറ്റ് ആവട്ടെ, എല്ലാം നല്ല മാച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. ഗോൾഡൻ ഫിനിഷില് ഒരു കൺസോൾ ടേബിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ സ്പേസിലാണ് നമ്മൾ പ്രയർ റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കിങ് സൈസ് ബെഡ് കോട്ടാണ്. അതിന്റെ സൈഡിലായിട്ട് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേബിൾസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനെ ഡിഫറെന്റ് ആക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്ന ഓണിക്സ് മാർബിൾ ആണ്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാച്ചായിട്ട് ഒരു ബാഗ് ഇരിപ്പുണ്ട്. ഈ ബാഗ് ഞാൻ പോകുമ്പോൾ അങ്ങ് എടുക്കുക കേട്ടോ. പിന്നെ എന്താ പറയാ, ഈ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന എല്ലാ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. ഇനി ഈ വീട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കണ്ടിട്ട് വന്നാലോ? ഈ റൂമിലെ വാർഡ്രോബ്സ് ആണിത്. ഇതെല്ലാം ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഈ വാർഡ്രോബില് നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, കണ്ടാലോ? ഇതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഈ ഷർട്ട് ഒന്ന് ഹാങ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് വരണം. ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ദാ ഇങ്ങനെയൊന്ന് വലിച്ചാൽ ഇത് നമ്മുടെ അരികത്തെത്തും. ആവശ്യം കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യാം. ഇനിയുള്ളത്, നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ട്രാവലിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേർഡൻ ആയിട്ട് വരുന്നത് നമ്മുടെ ലഗേജസ് തന്നെയായിരിക്കും. നമുക്ക് ഇതിനായിട്ട് ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഈ വാർഡ്രോബ്സിനുള്ളിൽ തന്നെ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഈ വാർഡ്രോബ്സിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫ്ലൂട്ടഡ് പാറ്റേൺസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടില് മോസ്റ്റ്ലി ചെയ്തിരിക്കുന്നത് ഫ്ലൂട്ടഡ് പാറ്റേൺസ് ആണ്.
നമ്മൾ ലേഡീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ ഓർണമെൻറ്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം അഴിച്ച് അവിടെ ഇവിടെ എടുക്കും. നമ്മൾ അടുത്ത തവണ നോക്കുമ്പോൾ നമുക്കതൊന്നും കാണത്തേ ഇല്ല. അതിനാണ് ഇവിടെ ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ മാലയാകട്ടെ, കമ്മലാകട്ടെ, വാച്ചസ് ആകട്ടെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഈ ഏരിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്റ്റോറേജും കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. പെർഫ്യൂംസ് മാത്രമല്ല, നമ്മുടെ ലേഡീസിന്റെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, എന്തും നമുക്ക് ഇവിടെ കാണാതെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ഇട്ട് നമുക്ക് നോക്കാം. കൊള്ളാം കേട്ടോ, അടിപൊളിയാ. നമ്മുടെ ലേഡീസിൻ്റെ ഒക്കെ വലിയൊരു ആഗ്രഹമാണല്ലേ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ലെങ്തി മിറർ. അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ഇതൊരു ഡാർക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഈ റൂമിനും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ റൂമിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സീലിംഗ് ആണ്. ഈ സീലിംഗ് പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഈ വാർഡ്രോബ് റോസിലുള്ള ഡിസൈൻസും വരുന്നത്. എൻഡിലായിട്ട് ഒരു ഷൂ റാക്ക് ഉണ്ട്. ഈ ബെഡിന്റെ കളർ തീം കണ്ടോ? ഈ തീം അനുസരിച്ചിട്ടാണ് ഈ ബെഡ് ലാമ്പ്, ഈ ക്ലോക്ക്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഈ ക്രിസ്റ്റൽ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇത് ഹാങ് ചെയ്തിരിക്കുന്നത് ഒരു ബെൽറ്റ് ആണ്. നൈസാ അല്ലേ ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടിട്ട്? നമ്മൾ പലതരം ഡൈനിങ്സ് കണ്ടിട്ടുണ്ടല്ലേ, എന്നാൽ ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാ. ഈ ചെയർസ് ഒക്കെ ഒന്ന് നോക്കിയാട്ടെ, ഡയമണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടേബിള് ലക്ഷറി ഫീല് തരുന്നില്ലേ നമുക്ക്? വാഷ് ബേസിന്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഒണിക്സ് മാർബിളിലാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ആർച്ച് ടൈപ്പിലാണ്. പിന്നെ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് എവിടാന്നറിയാവോ? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ വീട്ടിലെ കിച്ചണിലാണ്. ഈ വീടിന്റെ കിച്ചണാണിത്. രുചിയേക്കാളുപരി നമുക്ക് സന്തോഷം തരുന്ന ഒരിടമാണ് നമ്മുടെ അടുക്കള. അടുക്കള വെറും ഒരു മുറിയല്ല, ഒരു വീടിന്റെ ഹൃദയമാണ്. ഇതൊരു ബാക്ക് സൈഡ് വരാന്ത മാത്രമല്ല, ഒരു ചെറിയ ഡൈനിങ് ഏരിയയും കൂടിയാണ്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു എക്സ്ട്രാ വർക്ക് സ്പേസ് ആണ്. ഇവിടെ ഒരു സിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു വാഷ് ബേസിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു വാഷിംഗ് മെഷീന്റെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ യൂട്ടിലിറ്റി സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലാണ്. ഈ അപ്സ്റ്റേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഷാൻലിയർ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് തന്നെ ഈ ലൈറ്റാണ് കേട്ടോ. അപ്സ്റ്റേഴ്സ് തന്നെ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. താഴെ നമ്മൾ കണ്ട പോലെ തന്നെ അതിമനോഹരമായ ഒരു ബെഡ്റൂം തന്നെയാണിത്. എന്നാൽ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ലാണ്ട് തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ കോർണറിലായിട്ടാണ് ഈ സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അപ്സ്റ്റെയറിലെ ഒരു ബെഡ്റൂമാണ്. വെറും ഒരു ബെഡ്റൂം അല്ല, ഈ വീട്ടിലെ ഗസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു ബെഡ്റൂം തന്നെ. ഈ ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വോൾ ചെയ്തിരിക്കുന്ന ബ്രോൺസ് മിറർ ആണ്. നമ്മളെല്ലാവരും എന്താ ചെയ്യുക, നമ്മുടെ ഓപ്പൺ ടെറസ് ഓപ്പണായി തന്നെ ഇടുകയാണല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വർക്കൗട്ട് സ്പേസും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഏരിയയുമായിട്ട് മാറ്റിയിരിക്കുന്നു. ഈ കാണുന്നത് നമ്മുടെ റൂഫ് ടോപ്പിലേക്കുള്ള അപ്സ്റ്റേഴ്സ് ആണ്. ഓപ്പൺ സ്പേസിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ സോഫ. അപ്സ്റ്റേഴ്സിലേക്കും ലിവിംഗ് ഹാളിലേക്കുമുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പേര് റാഷിദ്. പാനൂരിനടുത്ത് വെളുക്കോട്ടാണ് സ്ഥലം. ഇതെൻ്റെ ഫാമിലി, വൈഫ് നദീറ, മക്കൾ 2 പേര്, മുഹമ്മദ് ബിഷർ, ഫാത്തിമ മേവിഷ്. ഞാൻ കൂടുതലും വിദേശത്താണ്. എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തത് SA ആർക്കിടെക്റ്റാണ്. എന്നെപ്പോലത്തെ പ്രവാസികൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് SA ആർക്കിടെക്ട്. ഞാൻ കിച്ചണിൽ മാത്രമാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടെ ഫിനിഷായിട്ടുണ്ട്. സായാഹ്നങ്ങൾ സുന്ദരമാക്കാൻ, ഇതുപോലെ ഒരു കപ്പ് ചായ കുടിക്കാൻ, നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ ഒരു അടിപൊളി ഗസീബോ. എനിക്ക് അതിലുപരി ഇഷ്ടമായത് നാച്ചുറൽ ഫീൽ തരുന്ന ഈ വാട്ടർ ഫൗണ്ടൻ ആണ്. സാധാരണ എല്ലാ വീടുകളിലും നമ്മൾ ഇതുപോലെ ഒരു ടാപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡിസൈൻ നോക്കിയാട്ടെ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ള അതേ ഫ്ലൂട്ടഡ് ഡിസൈൻ കൊടുത്ത് ഒരു സിലിണ്ടർ രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഏറ്റവും എലഗന്റ് ആക്കുന്നത് ഈ പ്ലാന്റ്സും ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ SA ആർക്കിടെക്ട് സ്റ്റുഡിയോയുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.